എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. പിറവം മണ്ഡലത്തിൽ 12 ലോക്കൽ ബോഡികളാണ് വരുന്നത്. 3 മുനിസിപ്പാലിറ്റിയും 8 പഞ്ചായത്തും വരുന്നുണ്ട്. അതിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒരു 1-2 വാർഡ് വെച്ച് കുറച്ച് ഭാഗമേ വരുന്നുള്ളൂ. ബാക്കി കൂത്താട്ടുകുളം, പിറവം മുനിസിപ്പാലിറ്റി, ബാക്കി പഞ്ചായത്തുകളുമാണ്. അത് UDF വോട്ട് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പൊതുവായി കാണുന്ന പോലെ UDF ഒരു വലിയൊരു വ്യത്യാസം LDF ആയിട്ട് വന്നിട്ടുണ്ട്. UDF 68,000 വോട്ട്, 47% വോട്ട് പുറത്ത് പിടിച്ചു. LDF 40,000 വോട്ട്, 27.8. അതേ 25,000 വോട്ട് NDA പ്രസൻസ് ഉണ്ടെന്നുള്ളൂ. 8% വോട്ട്, 17,000 വോട്ട്, 10% ഇല്ല. അപ്പോൾ അത് NDA അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു ഏരിയ അല്ല. എന്നാൽ UDF മെമ്പർമാർ നോക്കിയാൽ 124 മെമ്പർമാരുള്ളപ്പോൾ LDF 45 മെമ്പർമാരേ ഉള്ളൂ. 3-1 ഉള്ളൂ LDF മെമ്പർ. അതേഴ്സ് സ്വതന്ത്ര 21, BJPക്ക് 3 പേരുണ്ട്. 10,000 വോട്ട് വെച്ചിട്ട് BJPക്ക് 3 മെമ്പർ ഉണ്ടെന്ന് വെച്ചാൽ 1-2 വാർഡുകളിൽ മാത്രമാണ് വോട്ടുള്ളത്. ഏതോ ഒരു അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് ഏരിയ മാത്രം, അല്ലാണ്ട് ഒരു അസംബ്ലി മുഴുവനായിട്ട് കവർ ചെയ്യാനുള്ളൊരു ഇതില്ല BJPക്ക് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം. പിറവം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെയും ഹിസ്റ്ററി നോക്കാം. 2011 നോക്കുവാണെങ്കിൽ TM ജേക്കബ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അനൂപ് ജേക്കബ് 2014 മത്സരിച്ച് ജയിച്ചു. അനൂപ് ജേക്കബ് എന്നാൽ നിർത്തിപ്പോവാണ്. 2012 ബൈ ഇലക്ഷൻ ജയിച്ചു. 2016 അദ്ദേഹം നിലനിർത്തി. 2021 അനൂപ് ജേക്കബ് അദ്ദേഹം നിലനിർത്തി. അതുപോലെ വോട്ട് ഷെയർ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. 25,000 വോട്ടിനൊക്കെ ജയിച്ചത്. 2026 അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് LDF മത്സരിക്കുന്നത്. അത് സാബു കെ ജേക്കബിനാണ് കൊടുത്തേക്കുന്നത്. 2020 NDA മത്സരിക്കുന്നത്. GB എബ്രഹാമാണ് അവിടെ മത്സരിക്കുന്നത്. കാരണം ഇപ്പം പിറവം മണ്ഡലത്തിൻ്റെ ലോക്കൽ ബോഡി അനാലിസിസ് നോക്കുവാണെങ്കിൽ തന്നെ 68,000 വോട്ട് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് അവിടെ ഇരിക്കുകയാണ്. 47% ഇതൊക്കെ. പിന്നെ UDF ഇത്രയും മെമ്പർ 126 മെമ്പർമാരെന്നൊക്കെ വെച്ച് ഇത്ര കാര്യമല്ല. പിന്നെ LDF പകുതിയോളം വോട്ട് കുറവാണ്. UDF അനൂപ് ജേക്കബ് തന്നെ പിറവം നിലനിർത്തി UDF ഒരു ഉറച്ച കോട്ടയായിട്ട് ഭൂരിപക്ഷം കൂടിയെങ്കിലേ അത്ഭുതമുള്ളൂ, കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്തായാലും പിറവം UDF ഞാൻ ബെറ്റ് ചെയ്യുന്നത്. NDAക്ക് കുറച്ചുകൂടെ വോട്ട് ഷെയർ കൂടും. 2020 ആയതുകൊണ്ട് ഒരു 20,000 വോട്ടോളം നമുക്ക് പ്രതീക്ഷിക്കാം.